CJPയുടെ 5 പോയിന്റ് മാനിഫെസ്റ്റോ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കാം. പോയിന്റ് നമ്പർ 1, ചീഫ് ജസ്റ്റിസ് എന്നല്ല, ഇന്ത്യയിൽ ഒരു സർവീസിലും ഇരിക്കുന്ന ആർക്കും ആ സർവീസിന് റിവാർഡായിട്ട് നമ്മൾ രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നില്ല. പോയിന്റ് നമ്പർ 2, സാധുവായൊരു വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നല്ല, ഇന്ത്യയിൽ ഏത് ഒഫീഷ്യലിനാണ് അല്ലെങ്കിൽ ഏത് കമ്മിറ്റിക്കാണ് അവകാശമുള്ളതെന്ന് ആരെങ്കിലും പറഞ്ഞു തരണം. പോയിന്റ് നമ്പർ 3, 50% റിസർവേഷൻ പാർലമെൻറ്റിൽ നമ്മൾ സീറ്റ് കൗണ്ടിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ കൊണ്ടുവരികയാണെങ്കിൽ ഏതൊക്കെ MPമാരെയാണ് നമ്മൾ മാറ്റി നിർത്താൻ പോകുന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നിയമനിർമ്മാണ വ്യവസ്ഥയുടെ ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന 50% പേര് കോട്ട തയ്ക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന മെറിറ്റോറിയൽ അഥവാ കോമ്പറ്റൻസ് ഇഷ്യൂ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വിമൻസ് റിസർവേഷൻ ഓൾറെഡി ഉണ്ട്. അവിടെ റിസർവ്ഡ് സീറ്റുകളിൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതെന്ന് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മനസ്സിലാവും. പോയിന്റ് നമ്പർ 4, അംബാനി അദാനി എന്നല്ല, ആരുടെയാണെങ്കിലും പേരെടുത്ത്, വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല, 2 പേരുടെ പേരെടുത്തിട്ട് അവരുടെ മീഡിയ ഹൗസസിൻ്റെ ലൈസൻസ് എടുത്ത് കളഞ്ഞാൽ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് മീഡിയ ഉണ്ടാവുമെങ്കിൽ നോർത്ത് കൊറിയയെ പോലെ ജനാധിപത്യപരമായി ഇലക്ഷൻ നടക്കുന്ന വേറൊരു രാജ്യമില്ല എന്ന് പറയേണ്ടി വരും. പോയിന്റ് നമ്പർ 5, 52ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്നാണ് എൻ്റെ വിശ്വാസം, ആൻറ്റി ഡിഫെക്ഷൻ ലോ. അത് പ്രകാരം ഒരു MLAക്കോ ഒരു MPക്കോ വെറുതെ പോയി ഡിഫെക്റ്റ് ആവാൻ പറ്റില്ല, വേറൊരു പാർട്ടിയിലേക്ക് മാറാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ MLA അല്ലെങ്കിൽ MP സ്ഥാനം താഴെ പോകും. ഇനി അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുടെ ഒരു നയം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ യോജിക്കാൻ പറ്റുന്നൊരു കാര്യം പാർട്ടി ചെയ്തു എങ്കിൽ പോലും നിങ്ങൾക്ക് മാറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന് ഒരു ഇൻസെൻറ്റീവ് ആണോ അതോ ശിക്ഷയാണോ? അപ്പോൾ 2 മിനിറ്റ് തവച്ചെടുത്തെന്ന് തോന്നുന്നില്ല. പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കൺഫർമേഷൻ ബയാസിനെ യൂസ് ചെയ്ത് മാത്രമുള്ള ഒരു ഇമ്പൾസീവ് മൂവ്മെൻ്റാണിത്, അല്ലെങ്കിൽ ഇമ്പൾസിനെ യൂസ് ചെയ്യാനുള്ള മൂവ്മെൻ്റാണിത്. അതിൽ വന്ന എല്ലാ പോയിൻറ്റുകളും ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാവ് ഫീലിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതെല്ലാം ഒന്ന് ഇരുത്തി വായിച്ച് നോക്കിയാൽ, ഒന്നിരുത്തി വായിക്കണ്ട, ഇപ്പോൾ തന്നെ പറഞ്ഞില്ല, ആദ്യത്തെ 3 പോയിന്റിനും പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടി വന്നില്ല. അത്രയും ബാലിശമായ പോയിന്റുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മൂവ്മെൻറ്റിന് ഇത്രയും ട്രാക്ഷൻ കിട്ടിയെങ്കിൽ നമ്മുടെ യുവത്വം അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം എത്രത്തോളം പൊളിറ്റിക്കലി അവെയർ ആണ് എന്നുള്ളതിൻ്റെ ഒരു ചലഞ്ചാണത്. അത്രയൊക്കെ പറയാനുള്ളൂ. ശരിയെന്നാ.